മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപം താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് തയ്യാറാകാതെ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും. ജില്ലാ കളക്ടർ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും നടപടിയെടുത്തിട്ടില്ല. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന 4 ഇടങ്ങളിലും വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഗതാഗതക്കുരുക്കും ഇവിടെ രൂക്ഷമാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ഒരു കുഴിയിൽ വീണ് ഒരു യുവാവ് മരിച്ച വാർത്ത. അത് നഗരത്തിൽ തന്നെ സംഭവിച്ചതാണ്. അമ്മ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലുമാണ്. അത് ദേശീയപാതയല്ല എന്ന് തോന്നുന്നു. എന്നാൽ പോലും ഈ റോഡുകളിലെ കുഴി ഈ മഴക്കാലത്ത് അത് വലിയ അപകടം സൃഷ്ടിക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന 4 ഇടങ്ങളിലെ കാഴ്ച? വലിയ ഗർത്തങ്ങളാണ്. സ്മൃതി, ഇവിടെ നിന്ന് നാം ഈ വാർത്ത പറഞ്ഞു മടുത്തു കഴിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദേശീയപാതയിലുള്ള ഈ ബ്ലോക്ക് ഇപ്പോൾ അങ്ങ് പാലിയേക്കര ടോൾ പ്ലാസയുടെ അറ്റം വരെ എത്തിയിരിക്കുന്നു. പ്രധാന കാരണം കുഴികൾ മാത്രമാണ്. കുഴികളടയ്ക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാവുന്നില്ല, കരാറുകാർ തയ്യാറാവുന്നില്ല. ഈ രാജ്യത്ത് ഒരു നിയമവും അവർക്ക് ബാധകമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ തൃശ്ശൂർ ജില്ലാ കളക്ടർ കൊടുത്ത നോട്ടീസിന് കണക്കില്ല എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഒരു ജില്ലാ കളക്ടർക്ക് ഒരു അധികാരവുമില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇപ്പോൾ ഈ കാണുന്ന കിലോമീറ്ററുകളോളം കാണുന്ന ഈ ക്യൂ എന്ന് പറയുന്നത് പാലിയേക്കര ടോൾ പ്ലാസയും കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ നിറയെ കുഴികളാണ്. നമുക്ക് ആ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ആ ഇടവഴിയിലൂടെ പോയാൽ ഈ വാഹനങ്ങൾ ഇത്രയും സാവധാനത്തിലാവുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിറയെ വലിയ ഗർത്തങ്ങളാണ്. ഈ ഗർത്തങ്ങളിൽ ഇറങ്ങിക്കയറുന്ന വാഹനങ്ങൾ എടുക്കുന്ന സമയം അപകടങ്ങളിൽ പെടുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കേടുവരുന്നു. ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ച കാണാൻ കഴിയും. ഒരാൾ ഒരു ചെറിയ കൈക്കോട്ട് പോലെ കൊണ്ടുവന്നിട്ട് എത്ര പരിഹാസ്യമായാണ് ഇപ്പോൾ അത് ചെയ്യുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ദേശീയപാതയിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ദേശീയപാതയിൽ കുഴിയടയ്ക്കാൻ വന്നിരിക്കുന്ന ഒരാൾ, പാവപ്പെട്ട ഒരു തൊഴിലാളി ചെറിയ മട്ടിയും കൊണ്ടുവന്ന് കേട്ടാ ഇതുപയോഗിച്ചാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴിയടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഏക ആയുധമാണ്. പാവപ്പെട്ട പണിക്കാരനെ വിട്ടിട്ട് ഇവിടെ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ കരാറുകാർ ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന നാട്ടുകാർ ഈ പറഞ്ഞ് പൊറുതിമുട്ടിയിരിക്കുന്നത്. എന്താ ചേട്ടാ ഇവിടുത്തെ അവസ്ഥ? നമസ്കാരം. ഞങ്ങൾ ഇവിടെ പ്രാദേശികവാസികൾ 2 തരത്തിലാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒന്ന് ദേശീയപാത അതോറിറ്റി, അതുപോലത്തെ ഇവിടെ പ്രാദേശിക ജനപ്രതിനിധികൾ, മറ്റ് ഭരണ സംവിധാനങ്ങൾ. ഇവർ 2 പേരും ഇവിടെ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. നമ്മൾ കളക്ടറെ പറഞ്ഞിട്ട് കാര്യമില്ല. കളക്ടർക്ക് മേലെ ഇവിടെ ഭരണ സംവിധാനമുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ ഞാനൊരു ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങളിവിടെ ഇതിനെപ്പറ്റി പഠനം നടത്തി പ്രാദേശികമായിട്ട് ഇതിനെപ്പറ്റി പഠനം നടത്തിയാണ് ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ ദേശീയപാത അല്ലെങ്കിൽ ഈ അടിപ്പാത നിർമ്മാണം. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്, സമയം കുറവായതുകൊണ്ട്. എന്തുകൊണ്ട് ഇവിടെ അടിപ്പാത? ഇവിടെ പുതുക്കാടും ഇനി ഒരു പാലം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ 5 അടിപ്പാത പണിയുന്നു? ഇങ്ങനെയാണ് റോഡ് പോകാൻ പോകുന്നത്. ഇങ്ങനെ റോഡ് പോകാൻ പറ്റുമല്ലോ? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിൽ ഇടപെടാനായിട്ട് ഇവിടെ MP ഉണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, മറ്റു ജനപ്രതിനിധികളുണ്ട്, MLA ഉണ്ട്, 2-3 മന്ത്രിമാരുണ്ട്. ആരും ഇതിൽ ഇടപെടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മുന്നണികൾക്കും MP ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്നതാണ്. ഇവിടെ ജനങ്ങൾക്ക് വല്ല നീതി കിട്ടുന്നുണ്ടോ? ആർക്കും അവിടെ നീതി കിട്ടുന്നത്? അതെ, സത്യം പറയണമെങ്കിൽ ഒരു 6-7 മാസമായിട്ട് ജനങ്ങളുടെ ജീവന് ഒരു സുരക്ഷ എന്ന് പറഞ്ഞ സാധനം ഈ ഇവിടുത്തെ ഭരണ സംവിധാനം നമുക്ക് ചെയ്തു തരുന്നില്ല. അതായത് ഭാഗ്യം കൊണ്ട്, ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടും നമ്മുടെ കണ്ണുകളുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മളിതിൻ്റെ മുന്നിൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ഇവിടെ പിന്നെ ഗവർണറും മുഖ്യമന്ത്രിയും മണ്ണ് കൊണ്ടിടും, അങ്ങനെയാണോ ഇവിടെ? അതായത് ഇന്നലെ നമ്മുടെ ഗവർണർ ഇതിലേ പോയി. ഈ ഗവർണർക്ക് എന്താണ് പ്രത്യേകത? ഒരു പൗരനില്ലാത്ത ഒരു നീതി എന്തിട്ടാണ് ഈ ഗവർണർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്? അവരിന്നലെ വരുമ്പോൾ ഇവിടെ റോട്ടിൽ വന്ന് മണ്ണാണ് ഇടുന്നത്. അതൊരു മണിക്കൂർ, ഒരു മഴയ്ക്കുള്ള ഇതുള്ള ആയുസുള്ളൂ. ആ മണ്ണിട്ട് ആൾ ക്ലീനായിട്ട് പോയി. നമ്മളിവിടെ ചാടിക്കടന്ന് നമ്മുടെ വണ്ടി കേടാവുക അല്ലെങ്കിൽ നമുക്ക് പരിക്ക് പറ്റുക, അങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾ. സ്മൃതി, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു ചെറിയ ഒരു കൈക്കോട്ടിൻ്റെ പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഒരു പണിക്കാരനെ വിട്ടിരിക്കുകയാണ് ഇത്രയും വലിയ കുഴികൾ മുഴുവൻ മൂടാൻ വേണ്ടി. അയാൾ വന്ന് കാണിക്കുന്നത് കണ്ടില്ലേ? ചെറിയ മെറ്റൽ വെറുതെ മാന്തി ഇടുക. എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഒരു ഉത്തരവാദിത്വമില്ലാത്ത സംവിധാനത്തിലേക്ക് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ റോഡുകളുടെ സ്ഥിതി മാറിക്കഴിഞ്ഞത്. ഇതൊക്കെ വലിയ കുഴികളാണ്. ഈ വലിയ കുഴികൾ എന്ന് പറയാൻ കഴിയില്ല. ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് വന്നിട്ടേയില്ല എന്നാണോ?
സ്മൃതി, ദേശീയപാത അതോറിറ്റിക്ക് എത്രയോ തവണ കത്ത് കൊടുത്തിരിക്കുന്നു, എത്രയോ തവണ യോഗങ്ങൾ വിളിച്ചിരിക്കുന്നു. ദേശീയപാത അതോറിറ്റി ഇതൊക്കെ പുല്ലുവില കൽപ്പിക്കുന്നു. ജില്ലാ കളക്ടറല്ല, ഇനി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന സ്ഥിതിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം കൂടി മറക്കരുത്. 3 മുന്നണികൾക്ക് MP ഉള്ള ഏക ജില്ലയാണ് തൃശ്ശൂർ. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ തൃശ്ശൂർ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. 3 മുന്നണികൾക്ക് മന്ത്രിയുണ്ട്, MP ഉണ്ട്. എന്നിട്ടും തൃശ്ശൂർ ജില്ലയിലെ ഈ ദേശീയപാതയിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ഇവരുടെ എല്ലാ കടലാസുകളും ചവറ്റുകുട്ടയിൽ വലിച്ചെറിയുന്ന സ്ഥിതിയിലേക്ക് ഈ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും മാറിയിരിക്കുന്നു. എത്രയോ തവണ നമുക്ക് പോലും അസ്വസ്ഥത കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപി ഇറങ്ങിയ ശേഷം കുഴികൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ വാഹനം തന്നെ കുഴിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ വെച്ചിട്ടാണോ? അത് കാലടിയിലാണ്. ഏതായാലും പക്ഷേ ഈ പറഞ്ഞതുപോലെ മന്ത്രിമാരും MP-മാരുമായി നിരവധി പേരുണ്ടായിട്ടും തൃശ്ശൂരിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം കൂടിയാണോ ഇത്? ഇവിടെ കേരളത്തിലെ ഒരു വകുപ്പിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടുത്തെ MP-മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇവിടുത്തെ MLA-മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇവിടെ ജനപ്രതിനിധികൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ്. ഇവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ അങ്ങ് പാലിയക്കര ടോൾ പ്ലാസ വരെ നീണ്ടു നിൽക്കുന്ന ക്യൂ. ഈ ക്യൂവിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് വലിയ ഗർത്തങ്ങളാണ്. ഈ ഗർത്തങ്ങളിൽ വീണ് വാഹനങ്ങൾ കേടുവരുന്നു, അതുപോലെ തന്നെ സമയം പോകുന്നു. എന്നിട്ട് ആ ഗർത്തമടയ്ക്കാൻ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ നാം നേരത്തെ കാണിച്ചു. ഇത്രയും വലിയ ഒരു കുഴി അടയ്ക്കാൻ എന്നിട്ട് എന്താ ചേട്ടാ ആ സാധനത്തിന്റെ പേര് നിങ്ങൾ കൊണ്ടുവന്ന കുത്തുന്നു? തമിഴ്, അത് അന്യസംസ്ഥാനക്കാരുടെ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വല്ലാത്തൊരു അവസ്ഥയാണ്, 2 ടോളും കൊടുത്തിട്ട് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതാണ് സ്മൃതി, 2 ടോൾ കൊടുക്കുന്നുണ്ട്. പന്നിയങ്കരയിൽ കൊടുക്കുന്നുണ്ട്, പാലിയാക്കരയിൽ കൊടുക്കുന്നുണ്ട്. ആരോട് ചോദിക്കാനെന്നാണ്? എത്ര മണിക്കൂറായിന്നറിയോ? ഇനി ഇവിടെ സ്ഥലത്തെത്തുമ്പോഴേക്കും എത്ര സമയം എടുക്കും? അതാണ് ദയനീയമായ മറ്റൊരവസ്ഥ. ഈ വഴിയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ വെറുതെ യാത്ര ചെയ്യാൻ കഴിയില്ല, ടോൾ കൊടുക്കണം. അത് 1-2 രൂപയല്ല, പന്നിയങ്കരയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ടോൾ. അതിനടുത്താണ് പാലിയക്കര. ഈ ടോൾ കൊടുത്ത് മണിക്കൂറുകൾ കടന്ന് സ്വന്തം വാഹനം കേടുവരുത്തി ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ടോൾ പിരിക്കുന്ന കമ്പനിക്കോ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? അത്രയേറെ ദയനീയമായ ഒരു അവസ്ഥ. തീർച്ചയായും ധാർമ്മിക രോഷം ഉയരേണ്ട വിഷയം തന്നെയാണ്. ജനങ്ങളുടെ പ്രതികരണം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നീണ്ട ക്യൂ ആയി വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. 2 ഇടത്ത് ടോൾ കൊടുത്തിട്ടും കുഴിയിലൂടെ പോയി വാഹനം കേടുവരുത്തുന്ന അവസ്ഥയാണ്. ഒരു തരത്തിലും ഉത്തരവാദപ്പെട്ടവർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. കളക്ടർ പറഞ്ഞിട്ടും ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല, കരാറുകാർ എത്തുന്നില്ല എന്നുള്ള വിവരമാണിപ്പോൾ പ്രദേശവാസികളും പറയുന്നത്.